ഞാൻ സെസിൽ. എല്ലാവർക്കും H&H ഫ്രെയിംസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ റോസ്മരം എങ്ങനെ വളർത്തിയെടുക്കാം എന്നതിനെ കുറിച്ചാണ്. വിവിധ വർണ്ണങ്ങളിലുള്ള റോസാപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന റോസാമരം. ഇത് എല്ലാവർക്കും വീട്ടിൽ റോസ് ചെടിയെ ഒരു മരം പോലെ വളർത്തി അതിൽ പലതരം റോസസ് ബഡ് ചെയ്ത് മനോഹരമാക്കാവുന്നതാണ്. ഇത് നഴ്സറിയിൽ നിന്നും വാങ്ങിയ റോസ്. ഇതിൽ നിന്നും റൂട്ട് സ്റ്റോക്ക് ഉണ്ടാക്കാം. ഈ കാണുന്നതാണ് ശരിയായ ചെടിയുടെ മുകുളം. ഇത് വളർന്നാൽ ഇതിൽ നന്നായി പൂക്കൾ വിടരും. ബഡ് ചെയ്ത ഭാഗത്തിൻ്റെ അടിയിൽ നിന്ന് വരുന്നതാണ് കാട്ടുറോസ. ഇത് വളർന്നാൽ ഒറിജിനൽ ചെടി നശിച്ചു പോകും. എന്നാൽ ഈ വരുന്ന കാട്ടുറോസ വളർത്തി നമുക്ക് ആവശ്യമായ ബഡ്ഡിങ്ങിനാവശ്യമായ റൂട്ട് സ്റ്റോക്ക് ഉണ്ടാക്കാം. ഇത് എങ്ങനെയെന്ന് നോക്കാം. വളർത്തിയെടുത്ത കാട്ടുറോസിൻ്റെ പെൻസിൽ വണ്ണത്തിൽ 6 ഇഞ്ച് നീളത്തിൽ മുറിച്ചെടുത്ത കമ്പുകൾ ഏതെങ്കിലും ഫംഗിസൈഡ് പേസ്റ്റ് രൂപത്തിലാക്കി നമുക്ക് 2 വശവും മുക്കി അരമണിക്കൂർ നേരം വെക്കുക. ഞാൻ ഉപയോഗിച്ചത് ബാബസ്റ്റിനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാഫ് ആണെങ്കിൽ യൂസ് ചെയ്യാം. ഇത് ഏതെങ്കിലും ഗ്രോ ബാഗിൽ കിളിപ്പിച്ചെടുക്കുക. മണ്ണ്, മണൽ, ചകിരിച്ചോറ്, ചാണകപ്പൊടി ഇതൊരു ഗ്രോ ബാഗിൽ നിറച്ചെടുക്കുക. അതിനുശേഷം ഒരു ചെറിയ ഹോളുണ്ടാക്കി അതിൽ നമ്മളുടെ മുറിച്ച് വച്ചിരിക്കുന്ന കമ്പ് ഫംഗിസൈഡിൽ ഒന്നുകൂടെ മുക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതെന്ത് ചെയ്യണം, ഈ ഹോളിൽ ഇറക്കി വെക്കുക. ഇറക്കി വെച്ച് നന്നായിട്ടത് ഉറപ്പിക്കുക. അതിനുശേഷം ബാക്കിയുള്ള ഫംഗിസൈഡിൽ കുറച്ച് വെള്ളമൊഴിച്ച് ഈ കവറിലോട്ട് ഒഴിക്കുക. ഇങ്ങനെ വരുമ്പോഴത്തേക്കും കറക്റ്റ് 15 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് നന്നായിട്ട് കിളിർത്ത് കിട്ടും. വളർത്തിയെടുത്ത കാട്ടുറോസ കമ്പുകളാണിത്. ഇത് നന്നായിട്ട് വളർന്നിരിക്കുന്നു. ഇതിൽ നമുക്കിപ്പോൾ തന്നെ വേണമെങ്കിൽ ബഡ് ചെയ്ത് ചേർക്കാം. അല്ലെങ്കിൽ ഇത് നന്നായി വളർത്തിയതിന് ശേഷം നമുക്കൊരു ട്രീ റോസസ് ആയിട്ട് മാറ്റാം. 1 വർഷം പ്രായമായ ഒരു കാട്ടുറോസയാണിത്. ഇതാണ് നമ്മുടെ റോസാമരത്തിനായി വളർത്തിയെടുത്ത റൂട്ട് സ്റ്റോക്ക്. ഇത് 20 ദിവസങ്ങൾക്ക് മുമ്പ് NPK വളമോ യൂറിയയോ ഇട്ട് നന്നായി നനച്ചു കൊടുക്കണം. അപ്പോൾ നല്ല ഇളം കമ്പുകൾ നമുക്ക് ബഡ്ഡിങ്ങിനായി വളർത്തുന്നു കിട്ടും. ഇതിൽ ബഡ് ചെയ്താൽ 90% നമുക്ക് ബഡ്ഡിങ് സക്സസ് ആയിരിക്കും. റോസ് സാധാരണയായി ടീ ബഡ്ഡിംഗ് ആണ് ചെയ്യുന്നത്. റൂട്ട് സ്റ്റോക്കിൽ ഇതേപോലെ ടീ ആകൃതിയിൽ നല്ല മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് പതുക്കെ വരയുക. ഈ വരഞ്ഞ ഭാഗത്തെ തൊലി 2 വശത്തേക്കും വളരെ സൂക്ഷിച്ച് പതുക്കെ അത് ഇളക്കി മാറ്റണം. ഇത് ഇളക്കി മാറ്റുമ്പോൾ ഏകദേശം V ആകൃതിയിൽ ഇതിൻ്റെ തൊലി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ഇളക്കി മാറ്റിയ ഈ തൊലിയുടെ ഇടയ്ക്കോട്ടാണ് നമ്മൾക്കിഷ്ടപ്പെട്ട റോസിൻ്റെ ബഡ് ശേഖരിച്ച് നമുക്കതിൽ ഒട്ടിച്ച് ചേർക്കാം. ബഡ് സെലക്ട് ചെയ്യുമ്പോൾ ഇതേപോലെ പുറത്തോട്ട് വന്ന ബഡുകൾ വേണം സെലക്ട് ചെയ്യാൻ. അപ്പോൾ വേഗം തന്നെ വളർന്നു കിട്ടും. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ബഡ്. ഇത് കണ്ടോ, ഇത് നല്ല പെർഫെക്റ്റ് ബഡാണ്. ഇത് നമ്മൾ തടിയോടുകൂടി ചെത്തിയെടുക്കുന്നു. അതിൻ്റെ കാമ്യത്തിനൊരു കുഴപ്പവും പറ്റാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ചെത്തിയെടുത്ത ഈ ബഡ് നമ്മൾക്ക് കാണാൻ കഴിയുന്നതാണ്. ഇത് കണ്ടോ, നല്ല പെർഫെക്റ്റ് ആണ്, നല്ല സൂപ്പറായിട്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ മുറിച്ചെടുത്ത ഈ മുകുളത്തിൻ്റെ പുറകുവശത്ത് എന്തെങ്കിലും തടിയുടെ എന്തെങ്കിലും അംശങ്ങൾ ഇരിപ്പുണ്ടെങ്കിൽ പതുക്കെ നമുക്ക് ഇളക്കി മാറ്റാം. ഇനി നമുക്ക് നേരെ ബഡിങ്ങിലോട്ട് കിടക്കാം. നമ്മൾ ടീ പോലെ മുറിച്ച ഭാഗത്തേക്ക് ബഡ് ഇതേപോലെ കയറ്റി വെക്കുക. അതിനുശേഷം ബഡ്ഡിംഗ് ടേപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് ചുറ്റിക്കെട്ടുക. നമ്മൾ ഇതുപോലെ ഇരിക്കണ്ട, ഇത് നല്ല കറക്റ്റായിട്ട് ഇരിക്കണ്ട, ഇതേപോലെ സ്യൂട്ടായിരിക്കണം. ഇങ്ങനെ ബഡ്ഡിങ് കഴിഞ്ഞ ഭാഗം ബഡ്ഡിംഗ് ടേപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ മുറിച്ചെടുത്തോ നന്നായി ചുറ്റിക്കെട്ടുക. ബഡ് റൂട്ട് സ്റ്റോക്കിൽ നന്നായി കൂടിച്ചേരുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതിൽ മൈക്രോ ഓർഗാനിസംസ് ഒന്നും ആക്രമിക്കാതിരിക്കുകയും ചെയ്യും. ഇങ്ങനെ ചുറ്റിക്കെട്ടിയ ബഡ് ചെയ്ത ഭാഗം ഒരു 12 ദിവസം കഴിഞ്ഞ് പ്ലാസ്റ്റിക് കവർ നീക്കം ചെയ്യാൻ കഴിയും. ബഡ് ഉണങ്ങിപ്പോയിട്ടില്ലെങ്കിൽ, ബഡ് നന്നായിട്ട് പിടിച്ചിരിക്കുകയാണെങ്കിൽ ബഡ്ഡിങ് സക്സസ് ആയെന്ന് പറയാം. ഇതേപോലെ നമുക്ക് ചുറ്റിക്കെട്ടണം. നമ്മൾ ബഡ് ചെയ്ത കമ്പ് ഇതേപോലെ പ്ലാസ്റ്റിക് കവർ കൊണ്ടോ പ്ലാസ്റ്റിക് കുപ്പി കൊണ്ടോ നന്നായിട്ട് ചുറ്റിക്കെട്ടണം. ഞാനൊരു പ്ലാസ്റ്റിക് കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് നമ്മളുടെ ഈ കുപ്പിയുടെ അകത്ത് നമ്മൾ ജലത്തിൻ്റെ അംശം കൺട്രോൾ ചെയ്യുകയും പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുകയും ചെയ്യും. ബഡ്ഡിങ് കഴിഞ്ഞ് പ്ലാസ്റ്റിക് നീക്കം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതേപോലെയാണ് നമ്മൾ ബഡ് കാണപ്പെടുന്നതെങ്കിൽ, നല്ല പച്ച നിറത്തിലാണ് കാണപ്പെടുന്നതെങ്കിൽ ബഡ്ഡിങ് സക്സസ് ആയെന്ന് വരാം. ചെറിയ രീതിയിലുള്ള
മുകുളം ഇതേപോലെ നമുക്ക് കാണപ്പെടും. 45 ദിവസം കഴിഞ്ഞു. നമ്മുടെ റോസ് നന്നായിട്ട് പിടിച്ചു വരുന്നത് കാണാം. നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരുന്നു. ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട റോസ് നമുക്ക് ബഡ് ചെയ്ത് ചേർക്കാം. മിനിയേച്ചർ വെറൈറ്റി ആണ് റോസ് ട്രീ ഉണ്ടാക്കുന്നതിന് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഇതിനും പൂക്കളൊന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് പ്രൂൺ ചെയ്ത് കൂടുതൽ പൂക്കളാക്കാം. അതുപോലെ തന്നെ ഇതും അടുത്തൊരു കമ്പിൽ ഞാൻ ബഡ് ചെയ്തതാണ്. ഇതും നന്നായിട്ട് പിടിച്ചു വരുന്നിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ബഡ് ചെയ്തതിൻ്റെ താഴെ വരുന്ന കാട്ടു റോസയുടെ മുകളങ്ങൾ വരികയാണെങ്കിൽ അത് അടർത്തി മാറ്റുന്നത് വളരെ നല്ലതായിരിക്കും. ഇങ്ങനെ എല്ലാ കമ്പുകളിലും വിവിധ നിറത്തിലുള്ള പലതരത്തിലുള്ള റോസസ് ബഡ് ചെയ്യാവുന്നതാണ്. റോസിൽ പൂക്കളൊക്കെ വിരിഞ്ഞു തുടങ്ങി. മഞ്ഞയും ചുവപ്പുമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഏകദേശം 4-5 മാസങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഒരു റോസ് മരം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ ഇഷ്ടമുള്ള റോസസ് ബഡ് ചെയ്ത് നോക്കണം. കാട്ടു റോസയിൽ ശിഖരങ്ങൾ നല്ല വേഗത്തിൽ വളരും. അപ്പോൾ പ്രൂൺ ചെയ്ത് മാറ്റുകയും പുതിയ ബഡുകൾ വെച്ച് പിടിപ്പിക്കുകയും ചെയ്യാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.